മാസങ്ങൾ ചർച്ച ചെയ്ത്, ദിവസങ്ങൾ ചർച്ച ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് തന്നെ. ഇത് നമ്മൾ ജനങ്ങളാണ് ഈ സമൂഹത്തോട് പറയുന്നത് ഞങ്ങൾക്കൊരു ഭരണഘടന നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന്. കാരണം ഈ ഭരണഘടനാ രൂപീകരണത്തിനിടയിൽ ജനകീയമായി ഇത് ചർച്ചയ്ക്ക് വിടുകയുണ്ടായി. ജനങ്ങളുടെ കൂടി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതുകൊണ്ടാണ് പ്രീആമ്പിൾ തുടങ്ങുന്നത് തന്നെ ഞങ്ങൾ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ പ്രീആമ്പിളിന്റെ സവിശേഷതയെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ശരിക്കും പ്രീആമ്പിൾ എന്ന് പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതിന്റെ കാമ്പ് തന്നെയാണ് പ്രീആമ്പിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നെഹ്റു ഈ റെസൊല്യൂഷൻ ഒരു പ്രതിജ്ഞ പോലെയാണ് അവതരിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു പറയുകയുണ്ടായി, വളരെ അവധാനപൂർവം വളരെ സൂക്ഷിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അവസാനം ഈ പ്രീആമ്പിള് ചേർക്കുന്ന സമയത്ത് ചില സ്വാതന്ത്ര്യങ്ങൾ ഡോക്ടർ BR അംബേദ്കറിന് കൊടുക്കുകയുണ്ടായി. BR അംബേദ്കറിന്റെ അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പദമാണ് ഫ്രാറ്റേണിറ്റി എന്ന് പറയുന്നത്, സാഹോദര്യം. അംബേദ്കർസ് പ്രീആമ്പിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറക്കി. ആകാശ് സിംഗ് റത്തോറെ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ ഫ്രാറ്റേണിറ്റി എന്ന് പറയുന്ന പദം അംബേദ്കറിൻ്റെതായി ഒരു ബുദ്ധ സന്ദേശം കൂടിയായിട്ടുള്ള സ്നേഹവും കാരുണ്യവും എന്നൊക്കെ പറയുന്ന ഒരു ചിന്തയിൽ നിന്ന് അംബേദ്കർ എടുത്ത ഒരു പദമാണ് ഫ്രട്ടേണിറ്റി. പക്ഷെ ആ ഫ്രട്ടേണിറ്റി എന്ന് പറയുമ്പോൾ അതിൽ അഷ്വറിങ് ദി ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ ശേഷമാണ് ആൻഡ് ഫോർ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് നേഷൻ എന്ന് പറയുന്നത്. അത് വലിയ ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. രാഷ്ട്രമാണോ മുന്നിൽ വരേണ്ടത്, വ്യക്തിയാണോ മുന്നിൽ വരേണ്ടത്? അതിൽ അംബേദ്കർ കൃത്യമായി എടുത്തിട്ടുള്ള നിലപാട് വ്യക്തിയുടെ അന്തസ്സ് നിലനിൽക്കാത്ത കാലത്തോളം ഒരു ഐക്യവും അഖണ്ഡതയുമുള്ള രാഷ്ട്രം രൂപപ്പെടുക അസാധ്യമാണ് എന്ന് പറയുന്ന ഒരു നിലപാടാണ്. അപ്പൊ ഒരു രാജ്യത്ത് വ്യക്തികളുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കപ്പെടാത്ത കാലത്തോളം ആ രാഷ്ട്രത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും അത് ബാധിക്കും എന്ന രീതിയിൽ തന്നെയാണ് ഫ്രട്ടേണിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ തുടക്കത്തിൽ അഷ്വറിംഗ് ദി ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. സുപ്രധാനമായിട്ടുള്ള പദങ്ങൾ നമുക്ക് എടുത്ത് നോക്കിയാൽ, ഒന്ന് ജസ്റ്റിസ്, ഒന്ന് ലിബർട്ടി. അപ്പൊ ഈ ജസ്റ്റിസും ലിബർട്ടിയും ഇക്വാലിറ്റിയും ഫ്രട്ടേണിറ്റിയും ചേരുമ്പോഴാണ് ഈ പ്രീആമ്പിൾ പൂർണ്ണമാകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഇതിന്റെ ഓരോ അനുച്ഛേദങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ പ്രീആമ്പിൾ എന്താണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്, അതിന്റെ ഉൾക്കാമ്പ് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഓരോ അനുച്ഛേദത്തിലേക്ക് കടന്നു നമ്മൾ മനസ്സിലാക്കും. നെഹ്റു അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ ഒരു പ്രസംഗത്തിൽ, സോഷ്യലിസം എന്ന് പറയുന്ന പദം ഇതിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമ്മളുടെ ആശയം, ഈ ഭരണഘടനയുടെ ആശയം ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണ്. അത് ഇന്ത്യയുടെ സവിശേഷമായ സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു ക്ഷേമം, ജനസമൂഹങ്ങൾക്ക് ക്ഷേമം ഉണ്ടാകുന്ന ഒരു സോഷ്യലിസം. അന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു കാലത്ത് അങ്ങനെ ഒരു പദം ഭരണഘടനയ്ക്ക് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ അത് ചേർക്കാവുന്നതാണ്. അത് ചേർത്തത് മറ്റാരുമല്ല, ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ രക്തം സിരകളിൽ ഒഴുകുന്ന ഇന്ദിരാഗാന്ധി തന്നെയാണ് ആ സോഷ്യലിസം എന്ന് പറയുന്ന പദം അതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നെഹ്റു അന്ന് വിഭാവനം ചെയ്തത് തന്നെയാണ്. അതുപോലെ മതേതരത്വം എന്ന് പറയുന്നത് ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുള്ള ഇത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന മതേതരത്വം എന്ന പദവുമായി ഇതിന് ബന്ധമില്ല. അത് ഇന്ത്യയുടെ സവിശേഷമായ സാഹചര്യത്തിലുള്ള മതേതരത്വമാണ്. ആ മതേതരത്വത്തിൽ രാജ്യത്തിന് മതമില്ല, പക്ഷെ വ്യക്തികളുടെ മതത്തിന്റെ മുകളിൽ
ആർക്കും കൈവെക്കാനുള്ള അവകാശവും ഇല്ല എന്ന് പറയുന്ന ഒരു ഉജ്ജ്വലമായ മതേതരത്വ തത്വമാണ്. അതുകൊണ്ടാണ് ഈ ഫാഷിസ്റ്റുകൾക്ക് ഈ രണ്ട് പദം അതിന്റെ ഉത്ഭവം മുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ സോഷ്യലിസം എന്ന് പറയുന്നതും സെക്കുലറിസം എന്ന് പറയുന്നതും അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ആലോചനയൊന്നുമില്ലാതെ എഴുതി ചേർത്തതാണ് എന്നാണ് ഈ സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത്. അതിന് സുപ്രീം കോടതി നമുക്ക് ഇന്നും ഒരു വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജുഡീഷ്യറി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ മറ്റുള്ള എല്ലാ അമെൻമെന്റ്സും നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഈ അമെൻമെന്റും സ്വീകരിച്ചു കൊള്ളുക എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അനക്കാൻ പറ്റില്ല. അനുച്ഛേദങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ പ്രിയാമ്പിളിലും വരുത്താം. അപ്പൊ ഈ സെക്കുലറിസം എന്ന പദം എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ സെക്കുലറിസത്തിന്റെ അർത്ഥമാണ്. എന്താണ് അർത്ഥം? രാജ്യത്തിന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മതം നോക്കിയല്ല, അതേസമയം മതവിശ്വാസികൾക്ക് അവരുടെ മതം പ്രചരിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെല്ലാ മതങ്ങളും ഈ ഡൈവേഴ്സിറ്റി, ഈ വൈവിധ്യങ്ങളാണ്. സംസ്ഥാനങ്ങൾ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടപ്പോൾ അതിന്റെ ഒരു വൈവിധ്യമാണ്. അപ്പൊ ഈ ഭാഷയെയും മനുഷ്യന് മുകളിൽ രാജ്യമാണ്, വ്യക്തിയുടെ ഡിഗ്നിറ്റി പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേര് വി ഓർ അവർ നേഷൻ കുഡ് ഡിഫൈൻഡ് എന്നാണ്. അതിൽ ഗോൾവാൾക്കർ പറയുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന് ഭാഷ, ഒന്ന് വംശം, ഒന്ന് മതം, ഒന്ന് സംസ്കാരം, ഒന്ന് രാജ്യം. അതിനെല്ലാം അദ്ദേഹത്തിന് വിവക്ഷയുണ്ട്. എല്ലാം പ്രത്യേകമായിട്ടുള്ള രീതിയിലായിരിക്കണം കാണേണ്ടത് എന്നുള്ളത്. അടിവേരുകളോളം വ്യത്യസ്തങ്ങളായി നിൽക്കുന്ന സംസ്കാരങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ള പാഠം ജർമ്മനിയിൽ നിന്ന് പഠിക്കണം എന്നാണ് ഗോൾവാൾക്കർ പറയുന്നത്. വംശം എന്ന് പറയുമ്പോൾ അത് ആര്യവംശം മാത്രമാണ്. ഭാഷ എന്ന് പറയുമ്പോൾ അത് സംസ്കൃതം മാത്രമാണ്. സത്യത്തിൽ അതിലേക്കാണ് മോദി രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു ഭക്ഷണം, അങ്ങനെ വൈവിധ്യങ്ങളെ തകർത്തുകൊണ്ട് ഇവിടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തെ തകർക്കുകയാണ്. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്? മൗലികമായിട്ടുള്ള കാര്യമാണത്. ആ മൗലികമായ കാര്യം ആർട്ടിക്കിൾ 14 എടുത്താലും 19 എടുത്താലും 21 എടുത്താലും അതെല്ലാം പറയുന്നത് നമ്മളുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ കുറിച്ച്, അതുപോലെ തന്നെ വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യത്തെ, ഈക്വാലിറ്റിയെ കുറിച്ച് ഒക്കെയാണ് അതിശക്തമായി ഈ അനുച്ഛേദങ്ങൾ പറയുന്നത്. പക്ഷെ മോദി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഒക്കെ നിഷ്പ്രഭമാക്കുകയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അനുയോജ്യമായ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ എടുത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ കൗ സ്ലോട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുച്ഛേദം, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന അനുച്ഛേദം, അങ്ങനെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുള്ള എല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും എന്നാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് മുഴുവൻ നിഷേധിക്കുകയും മാധ്യമങ്ങൾക്കടക്കം സംസാരിക്കാനുള്ള അവകാശം നിഷേധിക്കുകയും ഭരണകൂടത്തിനെതിരെ സംസാരിച്ചാൽ അവരെ നിശബ്ദമാക്കുകയും അവരെ കൊന്നുകൊലവിളിക്കുകയും ചെയ്യുന്ന ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മോദി പറയുന്നു, ഞങ്ങളാണ് ഭരണഘടന അനുസ്മരണ ദിനം കൊണ്ടുവന്നത്. ശരിയാണ്, നിങ്ങൾ അത് കൊണ്ടുവരാൻ കാരണം ഭരണഘടന ഇല്ലാതാകുമ്പോൾ അനുസ്മരിക്കാൻ ഒരു ദിവസം എന്നുള്ള നിലക്ക് മാത്രമാണ് നിങ്ങൾ ഈ ദിവസത്തെ കാണുന്നത്. ഭരണഘടനയിൽ ചുംബനം നൽകിക്കൊണ്ടാണ് മോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ അകത്ത് കയറിയത്. നമ്മൾ വിചാരിച്ചു ഭരണഘടനയോടുള്ള ആദരവാണ്. ഇല്ല, അകത്ത് കയറിയോടെ ഭരണഘടനയിലെ ഓരോ അനുച്ഛേദങ്ങൾ എടുത്ത് അതിന് ഡിലീറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ 370 വകുപ്പ് എടുക്കുന്നത് ആ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള എല്ലാം എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നു. സിറ്റിസൺഷിപ്പ് പോലും
ചില വിഭാഗങ്ങൾക്ക് മതി, ചില വിഭാഗങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ഭരണഘടനയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ചുംബിച്ചതല്ല, ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ അന്ത്യചുംബനമാണത് എന്നാണ് അകത്ത് ചെന്നപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് ഈ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ള അതിന്റെ ലെഗസി അവകാശപ്പെടാൻ പറ്റുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്ക്, അതിനോടൊപ്പം നിൽക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക്, നെഹ്റുവിന്റെ താഴെ ഒപ്പുവെച്ച ഇസ്മായിൽ സാഹിബിന്റെ പിൻഗാമികൾ എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗിന് ഈ ഭരണഘടന കാത്തു സൂക്ഷിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. അപ്പോൾ നെഹ്റു വിഭാവനം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്ന് വായിച്ചു നോക്കിയാൽ, സത്യത്തിൽ റെസൊല്യൂഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് എല്ലാവരും കേട്ടില്ല, അല്ല അതൊരു പ്രതിജ്ഞയായി എടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മഹാത്മാഗാന്ധി ഉണ്ടായിട്ടില്ല, പക്ഷേ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അസാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ആശയം തന്നെയാണ്. അതുകൊണ്ട് നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇവിടെ ഇല്ലാത്ത ഒരാളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, അദ്ദേഹം രാഷ്ട്രപിതാവാണ് നമ്മുടെ. അദ്ദേഹമാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് ഒന്ന് രൂപീകരിക്കുന്നതിന്റെ പ്രചോദനമായി മാറിയിട്ടുള്ളത്. എന്നിട്ടും അദ്ദേഹം എന്താണ് ഇവിടെ ഇല്ലാത്തത് എന്ന് നെഹ്റു പറയുന്നുണ്ട്. തന്റെ ആശയങ്ങളെ ഈ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിശ്രമമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ് ഗാന്ധി ഇവിടെ അസാന്നിധ്യമായി നിൽക്കുന്നത്. പക്ഷെ ഗാന്ധിയുടെ ആശയമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. അവിടെ ഈ ലൂയിസ് ഫിഷർ ഒക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ലൂയിസ് ഫിഷർ ഗാന്ധിയെ കുറിച്ച് പറയുന്നുണ്ട്. ഗാന്ധി പറഞ്ഞു, ഈ കേന്ദ്രീകൃതമായി കൽക്കട്ട, ഡൽഹി, മുംബൈയിൽ കേന്ദ്രീകരിച്ചു, വൻ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചു നിൽക്കേണ്ടതല്ല, ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിലേക്കാണ് അധികാരമെത്തേണ്ടത് എന്ന് ഗാന്ധി പറയുന്നത്. അതാണ് പിന്നീട് വന്നിട്ടുള്ള അമെൻമെന്റുകളിലൂടെ രാജ്യത്ത് പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയതോടുകൂടെ ഗാന്ധിയുടെ സ്വപ്നം സമ്പൂർണമായി സാക്ഷാത്കരിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിയുടെ പേര് രാജീവ് ഗാന്ധിയാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ ലെഗസിയുള്ള ഒരു ഭരണഘടനയാണ്. ഈ ഭരണഘടന നശിക്കുമ്പോൾ ഇതുമായി യാതൊരു പങ്കുമില്ലാത്ത ഭരണഘടന രൂപീകരിച്ച് 1950 ജനുവരി 26 ശേഷം ഇറങ്ങിയിട്ടുള്ള ഓർഗനൈസറിൽ ഗോൾവാൾക്കർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്, ഈ ഭരണഘടന നമുക്ക് സ്വീകാര്യമല്ല, ഈ ഭരണഘടനയ്ക്ക് പകരം വെക്കാൻ ഏക ഒരു ഗ്രന്ഥം മാത്രമേ ഉള്ളൂ, അതിന്റെ പേര് മനുസ്മൃതി എന്നാണ് എന്ന് ഗോൾവാൾക്കർ അന്ന് ഓർഗനൈസറിൽ. മാത്രമല്ല ഓർഗനൈസർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ത്രിവർണ പതാക എന്ന് പറയുന്നത് ഒരു ചീത്ത ലക്ഷണമാണ്, അതൊരു അപശകുനമാണ്. അതുകൊണ്ട് ത്രിവർണ പതാകയല്ല, പകരം കാവിപ്പതാകയാണ് നമ്മൾ ഉയർത്തേണ്ടത് എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന് ശേഷം കാവിപ്പതാക ഉയർത്തിയ ആളുകളാണ്. ഇന്ന് ഈ ഭരണഘടന ദിനം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തൂത്തുമായ്ക്കാൻ ശ്രമിക്കുന്ന പല പേരുകളുടെ കൂട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പേരുണ്ട്, മഹാത്മാഗാന്ധിയുടെ പേരുണ്ട്, അംബേദ്കറുടെ പേരുണ്ട്. ഈ 3 പേരുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. കാരണം ഭരണഘടനയുടെ ഉൾക്കാമ്പുകളാണ് ഇവർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നെഹ്റുവിന്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ ആ പേര് മായ്ച്ചു കളയുക, നെഹ്റുവിന്റെ പേരിൽ ഒരു വലിയ ലൈബ്രറി ഉണ്ടെങ്കിൽ ആ മ്യൂസിയത്തിന്റെ പേര് മാറ്റുക. അങ്ങനെ നെഹ്റുവിനെ നിങ്ങൾ വിസ്മരിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ വിസ്മരിപ്പിക്കാൻ ശ്രമിക്കും തോറും ഹൃദയത്തിൽ കൂടുതൽ ശക്തനായി എഴുന്നേറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പേരാണ് ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധിയെ കൊന്നവരെ നിങ്ങൾ ആദരിക്കുകയും അവർക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ 1000 മഹാത്മാഗാന്ധിമാരാണ് അതിലൂടെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അംബേദ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേവലം ഒരു കീഴാളരുടെ മാറ്റം മാത്രം പ്രതിനിധിയായി എപ്പോഴും നിങ്ങൾ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുടെ ഭരണഘടന പിടിച്ചാണോ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, ആ ഭരണഘടന ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ആശയ രൂപീകരണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അംബേദ്കർ. ആ അംബേദ്കറിനെയും ആ നെഹ്റുവിനെയും ആ ഗാന്ധിയെയും വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ഭരണഘടനയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഭരണഘടനയുടെ സംരക്ഷണത്തിന്റെ, അതിനെതിരെ വരുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് അവസാന ശ്വാസം വരെയുള്ള പോരാട്ടത്തിന്റെ തുടക്കം കൂടിയാണ് ഈ സമ്മേളനം എന്ന് പറയുന്നത്.